പ്രമേഹ രോഗികൾക്ക് ഡയാലിസിസ് വേണ്ടി വരും എന്നുള്ളൊരു ചോദ്യം പലരും ഇന്നത്തെ കാലത്ത് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷോൺ സണ്ണി ജേക്കബ്. ഞാൻ നിർമ്മല മെഡിക്കൽ സെന്റർ മൂവാറ്റുപുഴയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ, പ്രമേഹ രോഗികൾക്ക് കിഡ്നിയുടെ അസുഖം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് വന്ന രോഗികൾക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പം അത് ഡയാലിസിസിലേക്കോട്ട് പോകേണ്ടി വരും. ഈ സ്റ്റേജാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5. അപ്പോൾ ഇതിന് നമുക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗികൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം റെഗുലറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കണ്ട് ചെക്കപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് ജീവിതശൈലികൾ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മുടെ ഡയറ്റ്, റെഗുലർ എക്സർസൈസ്, പിന്നെ നമ്മൾ റെഗുലർ വെള്ളം കുടിയുടെ അളവ് ഒക്കെ കറക്റ്റായിട്ട് നോക്കണം. പിന്നെ ഇതെല്ലാം ചെയ്താൽ നമുക്കൊരു പക്ഷേ ഈ പറഞ്ഞ കിഡ്നി ഡിസീസിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന നമുക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് ഭാവിയിൽ കിഡ്നി ഡിസീസ് ആവും. പിന്നീട് അത് ഭാവിയിൽ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. താങ്ക് യു.